ആലപ്പുഴ വളഞ്ഞ വഴി കക്കാടം കടപ്പുറത്ത് ഒരു ടാങ്ക് അടിഞ്ഞു. നേരത്തെ ആലപ്പുഴയിൽ ഒരു ലൈഫ് ബോട്ടും തീരത്ത് അടിഞ്ഞിരുന്നു. ഈ സ്ഥലത്ത് ഇപ്പോൾ ആലപ്പുഴ കളക്ടർ സന്ദർശനം നടത്തുകയാണ്, സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഇതാണ് ആ ദൃശ്യങ്ങൾ. ശരി, ആലപ്പുഴ കളക്ടർ ഇപ്പോൾ അവിടെ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. നമ്മൾ ഇത് വാൻഹായ് ഷിപ്പിൽ നടന്നു മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അവരുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റെയും ഈ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് വരും. അപ്പോൾ ഇവരുടെ ഒരു സാൽവേജ് ടീം വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യാതാ പറഞ്ഞേക്കുന്നത്. നിലവിലെ നമ്മൾ അറിയിപ്പ് അനുസരിച്ചിട്ട് ഈ കണ്ടെയ്നർ നമ്പർ വെച്ച് വെരിഫൈ നോക്കും ഇത് MD ആണെന്നാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ നമ്മൾ സൗണ്ട് കേട്ടിട്ട് ആ രീതിക്കാണ് തോന്നുന്നത് MD ആണ്. അപ്പം MD ആണെങ്കിലും ഇത് നിറയാണെങ്കിൽ തന്നെയും നമുക്ക് ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾക്കൊരു എക്സ്പേർട്ട് ടീം, അതിന് എക്സ്പേർട്ട് ടീം സാൽവേജിൻ്റെ ടീമുണ്ട്. അപ്പോൾ അവർ തന്നെ വന്ന് ഇത് കൈകാര്യം ചെയ്യണം നമ്മൾ പറയുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുമില്ല, ഇത് ടോ ചെയ്ത് എവിടെയെങ്കിലും കടപ്പുറത്തോട്ട് കൊണ്ടുപോയി റീഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ക്രമീകരണം ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ക്രമീകരണം ചെയ്യാം. അത് അവർ തീരുമാനിക്കണം. എന്താണ് ഇതിനകത്തുള്ള മെറ്റീരിയൽ വ്യക്തത വരുത്തിയതിനു ശേഷം തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇപ്പോഴത്തെ അറിവ് അനുസരിച്ച് അവർ നമ്മൾ മെസ്സേജ് അയച്ചേക്കുന്നത് MD ആണെന്നാണ്. ഈ കണ്ടെയ്നർ നമ്പർ വെച്ച് നോക്കിയിട്ട് MD ആണ്. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് തന്നിട്ടില്ല. അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റത്തുള്ളൂ. ഇതെനിക്ക് തോന്നുന്നു ഈ ഗ്യാസ് ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് എന്തെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും ചിലപ്പോൾ ആസിഡ് ടൈപ്സ് ലിക്വിഡോ എന്താണെന്ന് അറിയത്തില്ല. അത് പല ടൈപ്പ് ഇൻഡസ്ട്രിയൽ പർപ്പസുള്ള എന്തെങ്കിലും ലിക്വിഡ് ആയിരിക്കാം. അതറിയത്തില്ല നമുക്ക് അതിനെപ്പറ്റി. ഉണ്ട്. KSTMA നമ്മുടെ ഈ ഷിപ്പ് വാൻഹായ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇല്ല, നമ്മളിപ്പോൾ ഒരു ഡയറക്ഷൻ കൊടുത്തേക്കുന്നത് ഇന്ന് ഉച്ചവരെ നമ്മൾ ശരിക്കും വാൻഹായ് ടീമിൻ്റെ ഒരു ആൾക്കാർ ഇന്ന് വരെ എത്തി തുടങ്ങി. മറ്റേ നേരത്തെ MSCയുടെ കമ്പനിയുടെ ആൾക്കാർ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ചാലുമായിരുന്നു. പക്ഷേ ആ ഒരു സിസ്റ്റത്തിൽ അവർ വന്നിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഡയറക്ഷൻ കൊടുത്തേക്കുന്നത് ഇൻ കേസ് അവർ വന്നില്ലെങ്കിൽ നമ്മൾ MSCയുടെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കും ഓൺ പേയ്മെൻറ്റ് ബേസിസ്. അവർക്ക് അതിൻ്റെ അവർ ചാർജ് ചെയ്യാനും. അല്ല, നമ്മളിപ്പോൾ ഇവർ ഉച്ചവരെ അവർ വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് മറ്റവർക്ക് ഡയറക്ഷൻ കൊടുക്കാം. കസ്റ്റംസുകാർ വരണം. കസ്റ്റംസുകാർ വന്ന് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളവർക്ക്. കസ്റ്റംസുകാർ വരണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതേ പ്രൊസീജിയർ തന്നെ. കസ്റ്റംസുകാർ വന്ന് ഇത് ഏറ്റെടുത്തു. അവർ അതിനകത്ത് എവിടെയെങ്കിലും റീകൺവേ ചെയ്ത് ഒന്നുകിൽ ഇവിടുന്ന് നേരിട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവിടെ ഒരു പോർട്ടിൽ എത്തിച്ച് ക്രമീകരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവശ്യപ്പെടുത്തുന്ന ആവശ്യമില്ല. പക്ഷേ എന്താണ് നിറയാണോ കാലിയാണോ നമുക്ക് വ്യക്തത വരുത്തിയിട്ടില്ല. ഇവരുടെ അറിയിപ്പ് അനുസരിച്ച് കാലിയാണെന്നാണ് പറയുന്നത്. നമുക്ക് ഇന്നലെ ഒരു ലൈഫ് ബോട്ട് വന്നിരുന്നു അവിടെ രാത്രിയിൽ. ലൈഫ് ബോട്ട് അത് മാത്രമേ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ 17-നും 18-നും ഇടയ്ക്ക് നമ്മുടെ ആലപ്പുഴയ്ക്ക് എറണാകുളത്തിനിടയ്ക്കാണ് വരാൻ കൂടുതൽ കണ്ടെയ്നേഴ്സ് വരാൻ സാധ്യതയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഫർമേഷൻ ഉണ്ട്. മറ്റേ ഈ ഇല്ല ഇതുവരെ ഒന്നുമില്ല. ഇന്നലെ രാത്രിയിൽ ഒരു 9 മണിക്ക് നമ്മുടെ പറവൂർ ഒരു ലൈഫ് ബോട്ട് അവർ മറ്റേ ഷിപ്പിൽ നിന്നുള്ള ലൈഫ് ബോട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് ജാക്കറ്റുകൾ മാത്രമേ ഉള്ളായിരുന്നു. രണ്ടാമതാണ് ഇത് വന്നേക്കുന്നത്. കടൽ വരെ സാധ്യത. പക്ഷേ നമുക്കിത് ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പെർട്ട് ടീമുകളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സാൽവേജ് ടീം വന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ വാൻഹായ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ടീമുകളൊന്നും റെഡി ആയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അതല്ലെങ്കിൽ നമ്മൾ MSCയുടെ നേരത്തെയുള്ള ആൾക്കാരെ കൊണ്ട് മെർക്ക് ടീം എന്ന് പറയും, മെർക്കിൻ്റെ ടീമിനെ കൊണ്ട് ചെയ്യിക്കാനാണ് ക്രമീകരിക്കുക. എന്ന് കഴിഞ്ഞിട്ട് ഉച്ചവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അല്ല, പെർമിഷൻ്റെ അല്ല, ഇതെന്തായാലും പൊട്ടിത്തെറിക്കുന്നതിലേക്കാണ് പോകുന്നത്. ഈ വാൻഹായ് കപ്പലിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടേതായ നിലയിൽ തന്നെ ഇതിന്റെ രക്ഷാദൗത്യം എന്ന നിലക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം. ഈ കണ്ടെയ്നർ MT ആണ് എങ്കിലും അല്ല എങ്കിലും അത് കൈകാര്യം ചെയ്യാൻ അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ കാരണം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.